അൻവറിന്റെ റോഡ് ഷോക്കൊക്കെ വന്നു. അൻവർ ജയിക്കുമോ? ജയിക്കുമെന്നാണ് ആണോ? അൻവറിന് വോട്ട് ചെയ്തിരിക്കുന്ന ആളാണോ? ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നിലമ്പൂർ ഈ വരുന്ന മറ്റന്നാൾ അഥവാ 19-ാം തീയതി ഒരു വലിയ ആളുകളെല്ലാവരും ഈ സംസ്ഥാനം തന്നെ മാത്രമല്ല അഖിലേന്ത്യാടിസ്ഥാനത്തിലും അവിടുത്തെ പ്രവാസികൾ വരെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതായത് നിലമ്പൂരിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് വന്നത്, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്കൊക്കെ അറിയാം, മുസ്ലിം വിരോധിയായ യഥാർത്ഥത്തിലുള്ള ഈ മലനാടൻ സാജൻ സക്കരിയ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവചനം കഴിഞ്ഞിരിക്കുന്നു. 42% വോട്ട് UDF-ന്, 35% വോട്ട് LDF-ന്, 13% വോട്ട് PV അൻവറിന്. പിന്നെ മറ്റുള്ളവരൊന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപുത്രന്മാരായ BJPയെ അദ്ദേഹം പരാമർശിക്കുന്നേ ഇല്ല ഇപ്പോട്ടാ. കാരണം ഇവിടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ട് ഒരു പ്രവചനം നടത്തുക. അതിൻ്റെ പിന്നിൽ വലിയ തന്ത്രങ്ങളുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ UDF എന്ന് പറയുന്ന ആ സിസ്റ്റമാണോ ജയിക്കേണ്ടത്, അതല്ല PV അൻവർ ജയിക്കണോ, അതോടൊപ്പം തന്നെ LDF ജയിക്കണോ, എന്തൊന്നിനാണ് ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ? ആ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഈ PV അൻവർ യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ വർഗീയവൽക്കരണം, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഈ ഇടതുപക്ഷം, അതൊരു സെക്കുലർ പാർട്ടിയാണ് എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ആ സെക്കുലർ പാർട്ടി തനി വർഗീയതയിലേക്ക് കൂപ്പുകുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെ സുരേഷ് ഗോപിയെ പോലും ജയിപ്പിക്കാൻ ഇട കൊടുത്ത ഒരു പോലീസ് മേധാവിയായിരുന്നു ഈ അജിത് കുമാർ. ആ അജിത് കുമാറിനെ കുടപിടിച്ചുകൊണ്ട് പിന്നീട് എല്ലാ നിലക്കും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ, അദ്ദേഹം അങ്ങേയറ്റം സംഘബോധമുള്ള മുസ്ലിം വിരോധമുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഈ അജിത് കുമാർ. നമുക്കൊക്കെ അറിയാം, പണ്ട് തന്നെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന സംഘീബോധമുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് തന്നെ എന്താ പറയുക, എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി അത് ഒരു പഴയ സിറാജുന്നിസ സംഭവവുമായി ബന്ധപ്പെട്ട് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന മുസ്ലിം വിരോധിയായ ആ പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കണം, ഏറ്റവും വലിയ അഡ്വൈസറി ബോർഡ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഉപദേശകനായി ഒരു വലിയ സംഖ്യ ശമ്പളത്തിനാണ് നിയോഗിച്ചത്. അതോടൊപ്പം തന്നെ ആരാണോ സംഘബോധമുള്ള ഉദ്യോഗസ്ഥന്മാർ അഥവാ മുസ്ലിം വിരോധികൾ, അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഈ പിണറായി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ എന്താ പറയുക, NRC തുടങ്ങിയിട്ടുള്ള സംഭവത്തിന് അഥവാ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ആ NRC വിഷയം, ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ്, മുസ്ലിങ്ങളോട് കൂടെയാണ് എന്നൊക്കെ വരുത്തി തീർക്കുകയും അതോടൊപ്പം തന്നെ ഈ NRC പ്രശ്നത്തിന് അഥവാ BJP സർക്കാരിനെതിരെ സമരം ചെയ്ത ആ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളുടെ കേസുകൾ 800-ലേറെ വരുന്ന കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല എന്നതാണ് വലിയ സംഭവം. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മുൻ DGP ആയ സംഘി ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന അയാളുടെ ഉറ്റമിത്രമായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ ഒരു തരത്തിലും ഈ പറയുന്ന പിണറായി വിജയന് വെറുക്കപ്പെടേണ്ട ഒരാളല്ല യഥാർത്ഥത്തിൽ പിണറായി വിജയൻ. അഥവാ ഈ മലനാടൻ സാജൻ്റെ ഇഷ്ടപുത്രനാവേണ്ട ആള് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ വിരോധിയായത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെ സംഘചായം ഉണ്ടായിട്ട് പോലും പിണറായി വിജയനോട് ഇയാളുടെ വെറുപ്പ് എന്താണ്? അത് കേവലം ചില വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാതെ മറുനാടൻ സാജൻ ഈ പ്രവചിക്കുന്നത് പോലെ സത്യവുമായിട്ട് അതിന് ബന്ധമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്ബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, യഥാർത്ഥത്തിൽ PV അൻവർ എന്ന് പറയുന്ന ആ വ്യക്തി ബലിയാടായി. അഥവാ എന്തുകൊണ്ടാണ് അദ്ദേഹം ബലിയാടായത്? അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ, അദ്ദേഹം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്ത ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകളെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതാണ് അദ്ദേഹം ചോദിച്ചത് പിണറായി ഭരണകൂടത്തോടാണ്, പിണറായിയോടാണ്. എന്താ ചോദിച്ചത്? എന്തുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു 3 ജില്ലാ വിഭജനത്തിനുള്ള ജനസംഖ്യയുടെ ആനുപാതികതയുണ്ട്, എന്നിട്ട് പോലും ആ വാക്കുകളൊന്നും ചെവിക്കൊള്ളുന്നില്ല. അദ്ദേഹം പറയുന്നത് വളരെ സത്യമാണ്. എന്തുകൊണ്ടെന്നാലും അങ്ങേയറ്റം ജനസംഖ്യ
വർധനവ് കൊണ്ട് വീർപ്പ് മുട്ടുന്ന എന്താ പറയുക സൗകര്യങ്ങളുടെ അഭാവമുള്ള ഈ ജില്ല തീർച്ചയായിട്ടും 2 ജില്ലയാക്കണമെന്ന് പണ്ട് തന്നെ പറയാൻ തുടങ്ങിയതാണ്. ഇത് പറയുന്നത് കൂടെ എല്ലാവരും സുഡാപ്പി എന്ന് അല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദി എന്ന് ഇവർ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് കാണുന്നത്. അപ്പം ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു മൂല്യമുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു നിലപാടുകളുണ്ടോ? ഏതെങ്കിലും ഒരു ഇലക്ഷൻ വരും, അപ്പോൾ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ വരും, അപ്പം തന്നെ ഇവർ വലതുപക്ഷത്തിന് വോട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളെ ഒന്നും മനസ്സിലാക്കാത്ത, തലയിൽ യാതൊന്നുമില്ലാത്ത ചില നേതൃത്വമാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഉള്ളത് എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ താഴ്ന്നു ചിന്തിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തൊപ്പി ധരിച്ച സമദാനി പണ്ഡിതനാണ്. ആലോചിച്ച് നോക്കൂ, തലയെക്കെട്ടും തൊപ്പിയും ധരിച്ചുകൊണ്ട് ഈ ആത്മീയ നേതാക്കൾ, മുസ്ലിങ്ങളിലെ ആത്മീയ നേതാക്കൾ ഈ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് ഓടി നടക്കുന്ന കാഴ്ച എന്തുമാത്രം പരിഹാസ്യമാണ് യഥാർത്ഥത്തിൽ. ആരാണ് ഈ ആര്യാടൻ ഷൗക്കത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദമാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് ഈ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മറുനാടൻ സാജൻ എപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ കക്ഷിയും ഭീകര കക്ഷിയുമാണെന്ന് 40 വട്ടം നായികക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മലനാടൻ സാജൻ ഇപ്പോൾ UDFന്റെ ഈ എന്താ പറയുക ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെ അദ്ദേഹം എതിർക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കുക? പിന്നെ ഇദ്ദേഹം സ്വരാജ് തോൽക്കണമെന്ന് പറയുന്നുണ്ട്. എന്തടിസ്ഥാനത്തിൽ സ്വരാജ് തോൽക്കണം? അതാണ് നോക്കേണ്ടത്. തീർച്ചയായിട്ടും അവിടെ ജയിക്കേണ്ടത് യഥാർത്ഥത്തിൽ PV അൻവർ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ എന്തൊന്നിനാണോ അൻവർ ഈ ബലിയാടായി തീർന്നിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ സെക്കുലർ അഥവാ എന്താ പറയുക ഈ മതേതരത്വം കാത്തു സൂക്ഷിക്കാനാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് കേരള പോലീസിൽ പിടിമുറുക്കിയ ഈ പറയുന്ന സംഘബോധമുള്ള ആ പോലീസുകാരെ അദ്ദേഹം തുറന്നു കാണിച്ചു. സത്യത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതല്ലേ ഇടതുപക്ഷം? പക്ഷേ ഒരിക്കലും ചെയ്തില്ല. അതോടൊപ്പം തന്നെ വലതുപക്ഷമായിട്ടുള്ള ഈ പറയുന്ന UDF സിസ്റ്റത്തിലേക്ക് ഇദ്ദേഹം കടന്നു വന്നു. പക്ഷേ അവിടെ VD സതീശൻ എന്താ പറഞ്ഞത്? പണ്ട് ഏതോ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ എന്തൊക്കെ പരാമർശങ്ങൾ നടത്തി, ചെറിയ കുട്ടികളൊക്കെ പറയുന്നത് പോലെ രാഷ്ട്രീയപരമായിട്ട് സ്ഥിരം ശത്രുവോ സ്ഥിരം മിത്രമോ രാഷ്ട്രീയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സൗഖ്യത്തിന് ആരെങ്കിലും അംഗീകരിക്കുമോ? ഇടതുപക്ഷത്തേക്ക് കാലുമാറിയിട്ട് ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കാൻ നിന്ന ഒരാളാണ് ഈ ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്ത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മലക്കം മറിഞ്ഞാണ് UDF സ്ഥാനാർത്ഥിയായത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലീഗ് വെറും സമുദായ പാർട്ടി എന്ന ചീത്തപ്പേരും വർഗീയ പാർട്ടി എന്ന ചീത്തപ്പേരും ഒന്നിച്ചനുഭവിക്കുന്ന ഈ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ഈ പ്രവൃത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സമുദായത്തിന് എന്ത് ഒലക്ക ചെയ്തു കൊടുക്കാനാണ് ഈ ലീഗിന് കഴിയുക? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സമുദായത്തോട് ശത്രുതയും വിദ്വേഷവുമുള്ള, മതപരമായ വെറുപ്പും പകയുമുള്ള, യുക്തിവാദിസം മാത്രം തലയിൽ കയറ്റി നടക്കുന്ന, ജാമിദയുടെയും ലിയാഖത്തിനും ആരിഫിനും അന്ത്യദൂതരായ പ്രവാചകനെ 40 നായികക്ക് വട്ടം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുക്തിവാദികളുടെ ആ ലീഡർമാർക്ക് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ആര്യാടൻ ഷൗക്കത്തിന് എങ്ങനെയാണ് തൊപ്പിയും തലപ്പാവും ധരിച്ച ഈ മുസ്ലിം ആത്മീയ നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ടി, ഈ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം എന്തെങ്കിലും ആയത്തോതിയും അതീസോതിയും സമദാനി വരെ നിലമ്പൂരിൻ്റെ തട്ടകങ്ങളിൽ കിടന്ന് ഉണ്ടമറിയുന്ന കാഴ്ച വല്ലാത്ത വേദനാജനകമായിട്ട് തന്നെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സമുദായം വളരെ തിക്തമായ മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത്. അൻവറിനെ തന്നെയാണ് ജയിപ്പിക്കേണ്ടത് എന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു പട്ടത്തിന് വേണ്ടി പറയുകയല്ല. എന്ന് പറഞ്ഞാൽ ഒരു വലതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ വേറൊരു പട്ടത്തിന് വേണ്ടി പറയാൻ പറഞ്ഞ് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അൻവർ സ്വീകരിച്ച നിലപാടുകൾ, അൻവർ സ്വീകരിച്ച വാക്കുകൾ, പ്രവർത്തികൾ ഒക്കെ ഈ സമുദായത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടിയാണ്. അത്തരത്തിലുള്ള ഒരാളെ UDF അംഗീകരിക്കുകയായിരുന്നു വേണ്ടത്. മറിച്ച് ഇവരുടെ തൻപോരിമയും ശത്രുതയും നോക്കണം. ആ ഒറ്റ കാരണം തൻപോരിമയും ശത്രുതയും മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ VD സതീശനെ പോലെയുള്ളവർ സ്വന്തമാക്കി. അതൊന്നും തിരിച്ചറിയാൻ കഴിയില്ലാത്ത തികഞ്ഞ വിഡ്ഢികളായ ഈ ലീഗുകാരും അതോടൊപ്പം തന്നെ കൂടി ഈ വെൽഫെയർ പാർട്ടിയും കൂടെ ഒന്നിച്ചു ചേർന്ന് ഈ സൗഖ്യത്തിനെ വാരി പുണരുകയാണ് ഇപ്പോൾ. തികച്ചും അത്ഭുതകരമായി നമ്മളൊക്കെ സാധാരണ ആളുകൾ പറയും
കിയാമന്നാൾ അടുത്താലാണ് ഇങ്ങനെയൊക്കെ ഈ വിരുദ്ധ ശക്തികളൊക്കെ ഇങ്ങനെ ഇത്ര സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്ന ഒരു പതിവ് രീതി. തീർച്ചയായിട്ടും എന്നാൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രവാചകൻ പറഞ്ഞ അന്ത്യദിനം ആസന്നമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആര്യാട് സൗഖ്യത്തിന് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടറും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അൻവറിനെ തോൽപ്പിക്കുക എന്നതോ ഇടതിനെ തോൽപ്പിക്കുക അല്ല ചെയ്യുന്നത്. മറിച്ച് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. രാജ്യത്ത് ഒരിക്കലും നീതികേടിന് കൂട്ടുനിൽക്കുന്നു, സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് എല്ലാ കാലത്തും കോൺഗ്രസിൽ നിന്ന് ഇരുട്ടടി കുടുങ്ങിയിട്ടുള്ള ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ്. ബാബരി മസ്ജിദ് ഈ ലോകത്തുനിന്ന് ഇല്ലാതാക്കിയത് ഈ മുസ്ലിം ലീഗ് കോൺഗ്രസിൽ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് അല്ലേ? ആ കോൺഗ്രസ് ഈ ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ പോലും അവിടെ തറവരെ മാന്തിക്കളഞ്ഞപ്പോഴും നിഷ്ക്രിയരായിരുന്ന ഒരു സമുദായ പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. അതിൻ്റെ ഒരു ബലിയാടായിരുന്നു സുലൈമാൻ സേട്ടു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അദ്ദേഹം എന്തേ പറഞ്ഞുള്ളൂ? അദ്ദേഹം നരസിംഹറാവുവിനെതിരെ ഗൗരവപൂർവ്വമായി ശബ്ദിച്ചു. യു ഹാവ് ചീറ്റഡ് ദ നേഷൻ, ലീവ് ദ പോസ്റ്റ് ആൻഡ് ഗെറ്റ് ഔട്ട്. ഈ ഒരു വാക്ക് പറഞ്ഞു. അതായത് നിങ്ങൾ ഈ രാജ്യത്തെ ചതിച്ചു, തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നു മാത്രം പറഞ്ഞേ ഉള്ളൂ സുലൈമാൻ സേട്ടു. ഇതോടൊപ്പം ഇത് പറഞ്ഞതോടുകൂടെ മുസ്ലിം ലീഗ് എന്തു ചെയ്തു? ഈ സുലൈമാൻ സേട്ടുവിനെ കൂടി, അഥവാ സംസ്ഥാന പാർട്ടി അഖിലേന്ത്യാ പാർട്ടിയുടെ പ്രസിഡന്റായ സുലൈമാൻ സേട്ടുവിനെ സംസ്ഥാന പാർട്ടി പുറത്താക്കിയ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത സംഭവം കൂടെയാണ് ആ മുസ്ലിം ലീഗ് എടുത്ത തീരുമാനത്തിൽ നിന്ന് നമ്മൾ കണ്ടത്. അപ്പം ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും ഈ സമുദായത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ മതേതരത്വത്തിന് വേണ്ടിയോ നീതിബോധത്തിന് വേണ്ടിയോ ഒരു പങ്കും വഹിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല എന്ന് ഇത് ഈ കാലയളവിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അഥവാ ഈ പറയുന്ന ബാബരി മസ്ജിദിൻ്റെ ആ പ്രദേശത്ത് ശിലാന്യാസം നടന്നപ്പോൾ ആ ശിലാന്യാസത്തെ ന്യായീകരിച്ചുകൊണ്ട് ചന്ദ്രികാ പത്രം അന്ന് മുഖപ്രസംഗം എഴുതിയത്, വലിയ ഹെഡ്ലൈൻ കൊടുത്തത് തർക്കഭൂമിയിലല്ല എന്നാണ് പറഞ്ഞത്. ശിലാന്യാസം തർക്കഭൂമിയിലല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചൂട്ടുപിടിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞതൊക്കെ അരണ പോലെ മറക്കുന്ന ഒരു മതരാഷ്ട്രവാദിയുടെ പാർട്ടി ഇപ്പോൾ ഇതൊക്കെ മറന്ന് അഥവാ നിലപാടുകളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ ഈ മലനാടൻ ഉദ്ദേശിക്കുന്നത് PV അൻവറിന് 13% വോട്ടും സ്വരാജിന് 35% വോട്ടും 42% UDF സൗഖ്യത്തിനും ഒക്കെ കൂടെയാണ് ഇവൾ പ്രവചിക്കുന്നത്. വെറും വിഡ്ഢിത്തരമാണ്. വെറുതെയെങ്കിലും പറയുന്ന മൂട്ട സ്വർഗത്തിലാണ് ഈ പറയുന്ന മറുനാടൻ സാജൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അവിടുത്തെ പ്രാദേശികാവസ്ഥയിലും തീർച്ചയായിട്ടും PV അൻവർ വിജയിക്കും എന്ന് തന്നെയാണ് സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം വിജയിക്കണം. 13% മലനാടൻ PV അൻവറിന് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മലനാടൻക്ക് ഏറ്റവും വലിയ ശത്രുവാണ് PV അൻവർ. പല കാരണങ്ങളാലും പക്ഷേ ഒന്നിനോടും തോറ്റു കൊടുക്കാത്ത PV അൻവർ, ആ അൻവറിൻ്റെ മുമ്പിൽ തോറ്റിട്ടുള്ള ഈ മലനാടൻ സാജൻ തീർച്ചയായിട്ടും PV അൻവറിനെ എവിടെ കുത്താൻ കഴിയുന്നോ അവിടെ കുത്തുക എന്ന ലക്ഷ്യമാണ്. എന്നിട്ടും പറയുന്നത് എന്താണ്? ആ അൻവർ തോറ്റാലും ആ അൻവർ ജയിച്ചാൽ പോലും തീർച്ചയായിട്ടും ഇവിടെ സ്വരാജ് ജയിക്കരുത്. ഇതിൻ്റെ യഥാർത്ഥ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും PV അൻവർ തന്നെ ജയിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടെ ഓരോരുത്തരും ഈ വരുന്ന 19-ാം തീയതി വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അൻവറിനെ തുണച്ചുകൊണ്ട് ജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ഓരോ മതേതര വിശ്വാസി, ഓരോ സെക്കുലർ വിശ്വാസിയോടും ഓരോ ജനാധിപത്യ വിശ്വാസിയോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.